വിശ്വാസം രുചി പോലെ. എനിക്ക് ഉപ്പുമാവ് ഇഷ്ടം, സഹോദരന് കപ്പ ഇഷ്ടം. ഇതാ മെച്ചമെന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റത്തില്ല. എപ്പോഴും ഒരാളെ കുറിച്ച് നെഗറ്റീവ് തന്നെ ആലോചിച്ച് വന്നാൽ ആ വ്യക്തിക്ക് എന്തോ തകർച്ച വരുന്ന കാണാം. പുരുഷന്മാരുടെ ഡൊമസ്റ്റിക് വയലൻസ് അച്ഛന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇഷ്ടം അച്ഛൻ എങ്ങനെയാണ് അതിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത്? എല്ലാവരോട് ഭാര്യയോട് വാടിക്കാൻ പറയും. അങ്ങനെ പറഞ്ഞില്ല നീ നിന്റെ കുടുംബം മുടിയും, ഞാൻ അച്ഛനെ വിളിക്കും, കുടിയും തട്ടിപ്പോകും. ഒരു കെട്ടാത്ത ആൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ കുടുംബകാര്യങ്ങൾ ഇത്രയും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നതെന്നാണ്. ഈ കല്യാണം കഴിച്ചവർക്ക് ഒരു പുരുഷനെ ഒരു സ്ത്രീയെ അറിയത്തുള്ളൂ. കെട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ ലോകത്തങ്ങ് ലോക്ക് ചെയ്യപ്പെടും. നമ്മൾ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരങ്ങളല്ലേ പല വർഷങ്ങളായിട്ട് കാണുന്നവരും പറയുന്നവരും. അപ്പോൾ ഒരു 15 പേരുടെ ഇഷ്യൂ എടുത്താൽ കോമണാണ് ഒരു 15 പേരുടെ. അങ്ങനെ ഒരു 3-4 സെക്ഷനേ ഉള്ളൂ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ. എവിടെയോ ഇരിക്കുന്നതും അങ്ങനെയൊന്നുമില്ല. ദൈവം ഒരു ശക്തിയാണ്. ആ ശക്തി നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കും. പണക്കാരനും പാവപ്പെട്ടവനും ശരിക്കും എന്തുകൊണ്ടായിരിക്കും ദൈവം പണക്കാരെയും പാവപ്പെട്ടവരെയും സൃഷ്ടിച്ചത്? പണക്കാരെ മാത്രം സൃഷ്ടിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ടില്ലായിരുന്നോ എന്നൊരു സംശയം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇന്ന് നമ്മളോട് ഉള്ളത് നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, ഇപ്പോഴും ഒരുപാട് ചിരിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം അച്ഛനാണ് ഫാദർ ജോസഫ് പുത്തമ്പരക്കൽ അച്ഛൻ. അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഡള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല, ഭയങ്കര ഫുൾ ടൈ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇപ്പൊ അച്ഛൻ എന്ത് പറ്റി? ഇത് ഇന്റർവ്യൂ അല്ലേ, ഇച്ചിരി ഡീസൻ്റ് ആണെന്ന് വെച്ചല്ലേ? ധ്യാനമൊക്കെ ആകുമ്പോൾ ആൾക്കാരെ കൂടുതൽ പറയാം, രണ്ടും വ്യത്യാസം. അച്ഛാ നമുക്ക് ഏറ്റവും പാടുള്ള ഒരു കാര്യമാണ് ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. നമുക്ക് വിഷമിപ്പിക്കാനാണെങ്കിൽ ബാക്കി എന്ത് കാര്യത്തിനാണ് പൊരിപ്പിച്ചു കൊടുത്താൽ മതി. പക്ഷെ ചിരിപ്പിക്കാൻ അത്രയും പാടാണ്. എങ്ങനെയാണ് അച്ഛാ അങ്ങനെ ചിരിപ്പിക്കാൻ പറ്റണേ? ചിരിപ്പിക്കാൻ ഒന്ന് നമുക്ക് നല്ല ഒരുക്കം വേണം, വായന, മനസ്സിൽ ചില ചിന്തകൾ വേണം, പിന്നെ അവതരിപ്പിക്കാനുള്ളതൊരു ജന്മസിദ്ധമായ കഴിവ് അതുണ്ടെങ്കിലേ വിജയിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ എന്ത് പറഞ്ഞാലും ആൾക്കാരങ്ങ് ചിരിക്കും. ചില എത്ര കഷ്ടപ്പെട്ട് നോക്കിയാലും ചിരിക്കാൻ ബുദ്ധിമുട്ടില്ല, ചിരിപ്പിക്കാനും പാടാണ്. ഇപ്പം മനസ്സിനറിയുണ്ട് പറയേണ്ട കാര്യം, അത് എൻ്റെ രീതിയിൽ അവതരിപ്പിക്കുക, അങ്ങനെ വരുള്ളൂ. അല്ല, അങ്ങനെ നമ്മൾ ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെട്ട് വന്ന് ഇപ്പം എന്താ സിനിമകളിലൊക്കെ വരുവാണ് അച്ഛൻ. ഇപ്പം തന്നെ രാജകന്യക സിനിമയിലെത്തുന്നു. അച്ഛൻ്റെ ഒരു അനുഭവം പറയുമോ? സിനിമ അഭിനയം ഇത്രയും നാളും ചെയ്തിട്ടുള്ളതൊക്കെ പള്ളി അങ്ങനെയൊക്കെ അല്ലേ? ഇതിനകത്തും ഈ സിനിമയ്ക്കകത്തും തനി ലൈഫായില്ല, അഭിനയമായിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ പേരും പറഞ്ഞ് ആ പടത്തിലേക്ക് അങ്ങ് എൻട്രി ചെയ്യാം. അപ്പം അത് കഴിയുമ്പം തനി എല്ലാവരും എന്നെ സാധാരണ ധ്യാനത്തിൽ കാണുന്ന പോലെ തന്നെ. ഇപ്പം ഞാനൊരു മറ്റൊരു നിറമുള്ള കുപ്പായി വിട്ടാൽ അത് അഭിനയമാവും. ഇതെൻ്റെ പേരും എന്നെ വിളിക്കുന്ന നിക്ക് കാപ്പി പിടിയച്ച എന്നൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ തനി വർത്താനം പറഞ്ഞാൽ തോന്നുകയുള്ളൂ. പിന്നെ ഈ പടത്തിൽ വരാൻ കാരണം നല്ല ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കുന്നൊരു പടമാണ്. അപ്പം അതിനോട് ചേർന്ന് 1 മിനിറ്റാണെങ്കിൽ പോലും നിൽക്കുന്നത് അത് അർത്ഥവത്താണ്, ഉപകാരപ്രദമാണ്. ആ രീതിയിലാണ് ഈ പടത്തോട് ചേർന്ന് നിൽക്കാൻ കാരണം. അതിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ അച്ഛനും മതവും പറഞ്ഞു, ഒരുപാട് സ്ഥലങ്ങൾ ഇത് തിയേറ്ററിൽ ഫില്ലായി നല്ല റണ്ണ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഒത്തിരി ഒരുപാട് തിയേറ്ററുകളിൽ നമ്മൾ ഓർക്കുന്നതിൽ കൂടുതൽ കളക്ഷൻ ഉണ്ട്. ഒത്തിരി എന്തൊരു ഹാപ്പിനെസ് ഉണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു പടത്തിലോട്ട്. അച്ഛൻ ആഗ്രഹിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയത്തില്ല, നമ്മളുടെ ഒരു പ്രാർത്ഥനയും കൊണ്ടാണ് പലതിലേക്ക് എത്തിപ്പെടുന്നത് എന്നൊക്കെ. ഇത് ശരിക്കും അച്ഛൻ ആഗ്രഹിച്ചിരുന്നു? ഇതിങ്ങനെ വന്നു ചേർന്നതാ, പ്ലാൻ ചെയ്തൊന്നുമല്ല, ഇതങ്ങ് വന്നു ചേർന്നു. പിന്നെ ഒത്തിരി മീഡിയയിലൊത്തിരി ഉണ്ടല്ലോ. അതെ, ഇരിക്കുവാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞത് അച്ഛനെ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടെന്നാണ്. ആ മീഡിയയിൽ ഞാൻ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ മീഡിയ കവറേജ് ഇതിനോട് ഒത്തു കിട്ടിയെന്നുള്ളതാണ്. ആ രീതിയിൽ വന്നു. പിന്നെ നമുക്ക് ഒരു 100 പ്രസംഗം പറയുന്ന ഇഫക്റ്റ് ഈ ഒറ്റ പടത്തിലൂടെ ഉണ്ടാവുകയെ. അപ്പം മാതാവ് എനിക്ക് ഒത്തിരി വിശ്വാസമുള്ളത്. അപ്പം അമ്മയെക്കുറിച്ച് ഒരു 10 പ്രസംഗം പറയുന്നതിന് പകരം 2-3 മിനിറ്റ് ഇതിനകത്ത് ചേർന്നാൽ മതി. ഇപ്പം കാണുന്നവർ ജാതിമത ഭേദമന്യേ ചിൽഡ്രൻ, യൂത്ത്, പേരൻസ് എല്ലാവരിലേക്കും ഒരു മരിയൻ മെസ്സേജ് എത്തും. അതിനുള്ളൊരു മീഡിയ കൂടിയായി വന്നപ്പോൾ അങ്ങനെയാണ് ഈ പടത്തോട് ഞാൻ ചേരാൻ കാരണം. അത് എനിക്ക് കുറച്ച് സംശയങ്ങൾ പണ്ട് മുതൽ കാണുന്നുണ്ട്, വീഡിയോസ് ഒരുപാട് കാണുന്ന ഒരു ഭയങ്കര ആരാധകനാണ്. നമ്മൾ ഒരുപാട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടാണ് അച്ഛൻ അതിനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ സംശയം, ഒരു കെട്ടാത്ത ആൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ കുടുംബകാര്യങ്ങൾ ഇത്രയും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നതെന്നാണ്. അതിൻ്റെ കാരണം ഈ കല്യാണം കഴിച്ചവർക്ക് ഒരു പുരുഷനെ ഒരു സ്ത്രീയെ അറിയത്തുള്ളൂ. കെട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ ലോകത്തങ്ങ് ലോക്ക് ചെയ്യപ്പെടും. നമ്മൾ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരങ്ങളല്ലേ പല വർഷങ്ങളായിട്ട് കാണുന്നവരും പറയുന്നവരും. അപ്പോൾ ഒരു 15 പേരുടെ ഇഷ്യൂ എടുത്താൽ കോമണാണ് ഒരു 15 പേരുടെ. അങ്ങനെ ഒരു 3-4 സെക്ഷനേ ഉള്ളൂ കുടുംബത്തിലെ പ്രശ്നങ്ങൾ. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന പാഠം, അതിൻ്റെ വെളിച്ചത്തിലുള്ള ആലോചന, വായന, അറിവ് ശേഖരിക്കൽ, അങ്ങനെ പറഞ്ഞാണത് പരിഹരിക്കുന്നത്. അപ്പം ഒരാൾക്ക് ഒരു കുടുംബത്തിൽ അറിയാമെങ്കിൽ എനിക്ക് 10,000 കുടുംബങ്ങളെ
അറിയാം. ആ രീതിയിൽ അറിവിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രായോഗികത ഉണ്ടല്ലോ, അങ്ങനെ വരുന്ന. എപ്പോഴെങ്കിലും ഇത്രയും കുടുംബങ്ങളെ കാണുന്നു, ഇത്രയും പേർക്ക് പരിഹാരങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അച്ഛന് എപ്പോഴെങ്കിലും കെട്ടാൻ തോന്നിയിരുന്നോ? അത് നമുക്ക് താല്പര്യമില്ല. അത് ജീവിതത്തിൻ്റെ ഒരു വീക്ഷണമാണല്ലോ. ഉദാഹരണം, എ.കെ. ആന്റണി ഒരുപാട് നാൾ കല്യാണം കഴിക്കാൻ വന്നു രാഷ്ട്രീയത്തിന് വേണ്ടി, പിന്നെ കഴിച്ചു. അബ്ദുൽ കലാം അതിൻ്റെ അർത്ഥം ജീവിതകാലം ഓരോ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർ അബ്ദുൽ കലാം സയൻസിന് വേണ്ടിയാവാം, അപ്പം ഞാൻ നിൽക്കുന്നത് മതവിശ്വാസത്തിന് വേണ്ടിയാവാം. അപ്പം അങ്ങനെ നിൽക്കുന്നവർക്ക് ബാക്കിയെല്ലാം വളരെ സെക്കൻഡറിയോ അല്ല തേർഡായിട്ട് തോന്നുള്ളൂ, കുടുംബവും മറ്റു കാര്യങ്ങളൊക്കെ. കാരണം അതിനൊക്കെ ഉയർന്ന വലിയ മൂല്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് കട്ടപ്പന ഭാഗത്ത് ജീവിച്ച ഒരു മെമ്പർനോത്തിയും 2 മക്കളും ഒരു റബ്ബർ കത്തിയൊക്കെ കഴിയാൻ നടന്നതിനായിരുന്നു ആ 4-5 വീട്ടുകാരനെ അറിയുന്നത്. അപ്പോൾ ഇതിപ്പം ജനകോടികളിലേക്ക് വളരാൻ ഇത് കാരണമായില്ലേ. അപ്പോൾ അരി നോക്കുമ്പം ബാക്കി ഇതിനൊക്കെ മോശമെന്നല്ല, ഈ ലെവലിനൊക്കെ താന്നതായിട്ടേ കാണുന്നുള്ളൂ. ഇതെനിക്ക് അച്ഛൻ്റെ ഈ കഥകൾ ഇപ്പം നമുക്ക് പലപ്പോഴും പറയുമ്പം പല ആൾക്കാർ ഈ അച്ഛൻ പട്ടത്തിലോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് എത്താൻ ഇപ്പം കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അച്ഛൻ എങ്ങനെയാണ് അച്ഛനാകാൻ തീരുമാനിക്കുന്നതെന്നൊരു കാരണം കേട്ടാൽ അച്ഛൻ എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തത്? വീട്ടുകാരെന്ത് പറഞ്ഞു? വീട്ടുകാരെതിരായിരുന്നു. ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ. അപ്പം കുടുംബത്തിൽ നിന്ന് എതിരായിരുന്നു പോരുന്നതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ നല്ല വൈദികരെ കണ്ടിട്ടുണ്ട്. ജനം ഹൃദയത്തിലേറുന്ന വൈദികർ, നല്ല ശുശ്രൂഷകളും അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയുള്ളവർ നമുക്കൊരു വലിയ റോൾ മോഡലായിരുന്നു. ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ വന്നവരെല്ലാം ഒരു റോൾ മോഡൽ വൈദികരായിരുന്നു. വലിയ ദോവാള ക്രിസ്തുരാജ പള്ളിയാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ പ്രചോദനവും അവർക്ക് ജനം കൊടുത്ത ആദരവും കണ്ടപ്പം താല്പര്യം തോന്നി. ഇടക്കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പോയി, കോളേജിൽ പഠിക്കുമ്പോൾ. എന്നാലും താല്പര്യമൊക്കെ കുറഞ്ഞു പോയി. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ വീണ്ടും അത്ര വലിയ അർത്ഥമുള്ളതായിട്ട് തോന്നിയില്ല. ഒന്നാമത് വന്നപ്പോൾ വീണ്ടും പഴയ ആഗ്രഹത്തിലേക്ക് തിരിച്ചു മാറി. പിന്നെ ഇതുകൂടി സഭയിൽ ചേരാൻ കാരണം കുറേയേറെ ത്യാഗവും ജനങ്ങളുടെ ഒരുപാട് വിശ്വാസവും വിശുദ്ധിയൊക്കെയുള്ള സഭയാണ് കപ്പുച്ചിൻ സഭ. അതുകൊണ്ട് പിന്നെ ധ്യാനത്തിനാണ് ഊന്നൽ. അതുകൊണ്ട് എനിക്കും പ്രസംഗിക്കാനുള്ള ക്യാരിസം ഉള്ളതുകൊണ്ട് ഈ സഭയെ ഞാൻ ചൂസ് ചെയ്യും. അതിന് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഈ കടമുറ്റത്ത് കത്തനാരൊക്കെ കണ്ട് ഭയങ്കര ഫാൻ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ വടിയൊക്കെ പിടിച്ച് ഞാൻ തീരെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ പോകുമായിരുന്നു. ആ കണ്ട് അത്ര ഇൻസ്പയർ ആയിട്ട്. അന്ന് മുതലൊരു സംശയമാണ്, ശരിക്കും നമ്മൾ ഈ ഒരു കുപ്പായിടുന്ന അച്ഛന്മാർക്ക് മാന്ത്രിക ശക്തി ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയമാണ്. അങ്ങനെയില്ല, പക്ഷെ നമുക്കൊരു പ്രാർത്ഥനാബലം കൂടുതലുണ്ട്. അതിൻ്റെ കാരണം ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട് സഭയിൽ. പിന്നെ ഒരു താപസ്വഭാവവും ഞങ്ങൾക്ക് കൂടുതലുണ്ട്. അതാണ് എല്ലാവരും കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുള്ള വ്യത്യാസം. പിന്നെ അതിലുള്ളതുകൊണ്ട് നമുക്കൊരു ആത്മധൈര്യമുണ്ട്. നമ്മൾ പറഞ്ഞാൽ നോക്കും ഒരു ധൈര്യം. അതിലൊക്കെ ഉപരി ജനത്തിൻ്റെ വിശ്വാസം. ഈ ഉടുപ്പിനോട് ജനങ്ങൾക്ക് സാധാരണക്കാർ കൂടിയൊരു വിശ്വാസമാണ്. ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയോ ഈ നിറം അങ്ങനെ മനസ്സിൽ പതിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പൂർവികർ പതിപ്പിച്ച ഒരു ചിന്തയാകാം ഇന്നും അതുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ പോലും ഓർക്കാത്ത ഒരുപാട് ഉത്തരങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ലഭിക്കുന്നു. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ബാക്കിയുള്ള അച്ഛന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പം. കാരണം നമ്മളൊക്കെ കണ്ടു വളർന്നേക്കുന്നത് ഭയങ്കര മാന്ത്രിക ശക്തി കൊണ്ട് പറഞ്ഞാൽ നടക്കും കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് പെട്ടെന്ന് അടുത്തോട്ട് വരുമ്പോൾ പേടിയാവും. പക്ഷെ അതിനെയൊക്കെ പൊളിച്ചെഴുതിയൊരു അച്ഛനാണ്. അച്ഛൻ്റെ ഈ തമാശകൾ ഇഷ്ടപ്പെടാൻ തോന്നിയ കാരണങ്ങളൊക്കെ. അപ്പോൾ അച്ഛൻ നമ്മളിങ്ങനെ പലപ്പോഴും ഒരുപാട് പേരെ കാണുന്നതാണ്, ഒരുപാട് ആൾക്കാരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ കേൾക്കുമ്പോൾ അച്ഛന് തന്നെ മനസ്സ് മടുക്കാറുണ്ടോ? ഇത് എന്നും ഇതൊക്കെ തന്നെയല്ലേ കേട്ടോണ്ടിരിക്കണേ? ഇല്ല, കാരണം നമുക്ക് ജീവിതം മുഴുവൻ ആവർത്തനമാണല്ലോ. എപ്പോഴും എല്ലാ ദിവസവും ഒരുപോലെ എഴുതുന്നു, ഒരുപോലെ വെളുക്കുന്നു. ഭക്ഷണമാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം കഴിയുമ്പോഴത്തേനും മാറി സെയിം ഫുഡ് സിസ്റ്റം, സെയിം കാണുന്ന മുഖങ്ങൾ, അനുഭവങ്ങൾ. അതിനിടയ്ക്ക് അപ്രതീക്ഷിതമായ വല്ലതും വരാം. അപ്പം അങ്ങനെ വരുന്ന പോലെ കേസും ഓരോരുത്തരുടെയും കേസും എനിക്കറിയാമെങ്കിലും അവർക്കത് അവരുടേതാണ്. അപ്പോൾ അവരെന്തിനാണ് ഒരു അച്ഛൻ്റെ അടുക്ക് വരുന്നത്? അത് 2 കാര്യങ്ങളില്ല. ഒന്ന്, ഇവിടെ വന്നാൽ പരിഹാരം കിട്ടിയേക്കുമെന്നൊരു പ്രതീക്ഷ. 2, രഹസ്യങ്ങൾ തുറന്ന് പറയാൻ വഞ്ചിക്കുകയല്ല. അച്ഛൻ വഴി എടുത്ത് ആ 2 ബോധ്യത്തിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഹൈക്കമാൻഡ് പോലെയാണ് നമ്മുടെയൊക്കെ വരുന്നത്. എന്നാലും നമുക്ക് എപ്പോഴും എങ്ങനെ അവരെ ഗൈഡ് ചെയ്യാം, രക്ഷിക്കാമെന്ന ചിന്തയേ ഉള്ളൂ. അപ്പോൾ അവർ ബോറിംഗ് ഒന്നും വരുന്നില്ല. പലപ്പോഴും പറഞ്ഞ് ഇപ്പം ഒരു ഗൈനക്കോളജി ഡോക്ടർക്ക് പ്രസവം എടുക്കാൻ നല്ല പരിചയമല്ലേ. അപ്പോൾ അതിന് ഓരോ പ്രസവവും ഒന്ന് തന്നെ, പക്ഷേ ആവർത്തനമില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ഓരോ ഇഷ്യൂവും വരുമ്പോഴത്തേക്ക് ചെയ്ത് പരിചയമുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള മാർഗവും കയ്യിലുണ്ട്. അപ്പോൾ അത് ചില കാര്യങ്ങൾ വളരെ ഷോർട്ട് ടൈമിൽ തന്നെ സെറ്റിലായിട്ട് പോകും. പലപ്പോഴും ഇങ്ങനെയില്ല വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ ചില ആൾക്കാരെന്ന് പറയുമ്പോൾ അവരെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ദുഃഖത്തിൽ തന്നെ ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, അവർക്ക് എത്ര സന്തോഷമുള്ള അവർ അതിനെ നോക്കത്തില്ല, ദുഃഖത്തെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും.
അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് അതിനെയൊക്കെ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അവരോട് പറയാറുള്ളത്? അല്ല, നമ്മൾ അവരോട് പ്രശ്നത്തിന് ഗൗരവവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. കൂടുതൽ ജീവിതത്തെ വേറെ രീതിയിൽ നോക്കി കാണാൻ പറയുവേ. നിങ്ങളിപ്പം കാണുന്ന എല്ലാവരെയും കാണാൻ പറ്റും, അങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള ചില ജീവിതാനുഭവങ്ങളും കേസുകളും പറഞ്ഞു കൊടുക്കും. അവരിങ്ങനെയാണ് പരിഹരിച്ചു ഒരു ദമ്പതിയെ. അപ്പോൾ അത് നിങ്ങൾക്കും പറ്റും. നമ്മൾ ദുഃഖത്തിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ എൻ്റെ പരിമിതിയിൽ എന്നെ കാണുള്ളൂ. ദൈവത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ വിശാലതയിൽ ലോകത്തെ കാണും. അപ്പം നമ്മൾ എന്നിലേക്കുള്ള നോട്ടം കുറയ്ക്കുക, ഭർത്താവിലേക്കുള്ള നോട്ടം കുറയ്ക്കുക, കുറച്ചിട്ട് അല്പം ശക്തി കിട്ടാൻ മുകളിലൂടെ നോക്കുക. നോക്കിയിട്ട് പോകുമ്പോൾ മറ്റൊരു രീതി യേശുവിനെ എല്ലാം കാണാനുള്ള ഒരു കരുത്ത് ലഭിക്കും. ആ രീതി പറഞ്ഞു കൊടുക്കും. അച്ഛൻ ഇപ്പോൾ ഈ റൂമിൽ നിൽക്കുന്ന ഞങ്ങളെല്ലാം കിട്ടിയ ഭർത്താക്കന്മാരാണ്. അപ്പോൾ അച്ഛനടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് വേണ്ട ഒരു കുറച്ച് നല്ല ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത് ഒരു കേൾക്കാനുള്ള മനസ്സ്, മിണ്ടാതിരുന്ന് കേൾക്കാൻ, ചുമ്മാ കേൾക്കണം. കാരണം നമുക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട്. അതില്ലാത്തൊരു കുടുംബസ്ഥിതി സ്ത്രീ നമ്മളോട് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ അയൽവക്കത്തെ കൂട്ടുകാരൻ നാളെ മുതൽ എൻ്റെ ഭാര്യയെ കേട്ടോളാം എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഒന്ന് കേൾക്കാനുള്ള മനസ്സ്, അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2, കോപം വരുമ്പോൾ വർത്തമാനം പറയരുത്, അന്നേരം മൗനം പാലിച്ചോണം. കാരണം ഒറ്റ വാക്കിനെ പറഞ്ഞ് പൊട്ടിക്കാൻ പലതും പക്ഷെ നേടാൻ വലിയ പാടാണ്. അപ്പം നമ്മൾ നിയന്ത്രണം, കോപത്തെ നിയന്ത്രിക്കുന്ന വാക്ക് അത് നമ്മൾ ശ്രദ്ധിക്കണം. 2ാമതായിട്ട്. 3ാമതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മളൊരു 15 മിനിറ്റൊക്കെ ചുമ്മാ കൂടെ ഇരിക്കാനൊക്കെ ടൈം. ഈ 3 കാര്യം ശ്രദ്ധിച്ചാൽ പെണ്ണുങ്ങളുടെ അടിസ്ഥാന പ്രശ്നത്തിൽ കുടുംബത്തിലെ പലപ്പോഴും വീടിന് വേണ്ടി നമ്മൾ അലയുമ്പോഴും സമയം കൊടുക്കുകയില്ല. എനിക്ക് 100 കൂടെ ടെൻഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് കേൾക്കാൻ മൂടില്ല ജീവിതത്തിൽ. അപ്പം അങ്ങനെയുള്ള വന്നു കഴിയുമ്പോൾ പിന്നെ അരിശം വരുമ്പം ഒറ്റ കോപത്തിന് പലതും നമുക്ക് പറഞ്ഞു കളയും. പിന്നീട് അതെല്ലാം തകർച്ചയ്ക്ക് കാരണം ഒരു കപ്പൽ മുങ്ങുന്ന ബോംബ് വീണിട്ടോ പൊട്ടിത്തെറിയണമെന്നില്ല, ചെറിയ ദ്വാരം മതി, അതിലൂടെ വെള്ളം കയറി കപ്പൽ പോകാം. കുടുംബം ഒരു കപ്പലാണ്, ശ്രദ്ധിച്ചില്ലെന്ന രീതിയിൽ കുഞ്ഞു വെള്ളം കയറി അത് മുമ്പിൽ പോകും. അതിപ്പോൾ തിരിച്ച് അച്ഛനടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഭർത്താക്കന്മാരുടെ പറഞ്ഞാൽ തന്നെ നല്ലൊരു ഭാര്യ ആകാനുള്ള ഒരു ക്വാളിറ്റീസ്, നല്ല കുറച്ച് ഗുണങ്ങൾ പറയുകയാണെങ്കിൽ? ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞു കഴിയുമ്പം അതിനകത്ത് വരേണ്ട ഒന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ സമയവും നോക്കി വർത്തമാനം പറയാൻ പഠിക്കണം. ഇപ്പോൾ അത് ജോലി കഴിഞ്ഞ് മടുത്ത് വന്നിരിക്കുന്ന ഭർത്താവിനോട് ചുമ്മാ അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്ന ഇറിറ്റേഷനാണ്. അപ്പോൾ അത് മൂഡ് മനസ്സിലാക്കി മിണ്ടാൻ പഠിക്കണം. 2, ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് ചുമ്മാ കുറ്റം പറയാതിരിക്കണം, അറിയാതെ മനസ്സങ്ങ് അകന്നു. 3, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവളാണ്. ഭർത്താവിന് പ്രാർത്ഥനയ്ക്ക് കുറവ് കാണും, മക്കൾക്ക് കാണും, ആ കുറവ് അമ്മ നികത്തണം. ആ രീതിയിൽ നേടാൻ പറ്റും. കാര്യം കേട്ടല്ലോ അച്ഛൻ. ഒരുപാട് പ്രാർത്ഥനകൾ വരുന്നുണ്ട് അച്ഛൻ, ഇങ്ങനെ ഇവരുടെ ആണെങ്കിലും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ആണെങ്കിലും ഒരുപാട് വരും. അച്ഛന് കേട്ടതിൽ ഏറ്റവും ഭയങ്കര രസകരമായ ഒരു പ്രാർത്ഥന ഓർമ്മയിലുണ്ടോ? ഒരു കഥ പറയാൻ പറ്റുന്ന? അങ്ങനെയില്ല, ഒരു സ്ത്രീക്ക് ഭർത്താവിനോട് ഭയങ്കരമായിട്ട് അരിശമാണ്. അപ്പം പള്ളിയിലെ എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കും. മിനിസിനിപ്പോൾ മാതൃവേദി, കരിസ്മാറ്റിക് പ്രസ്ഥാനം, ഗീതനോമി എല്ലാത്തിലും പങ്കെടുക്കും. അപ്പം ആ സ്ത്രീ ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവ് എല്ലാ രൂപയിലും വന്ന് പ്രാർത്ഥിക്കാൻ നീ എനിക്ക് അവസരം തന്നു, നിൻ്റെ വലിയ അനുഗ്രഹത്താൽ എന്നെ വിധവകളുടെ കൂട്ടായ്മ കൂടി ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ കേൾക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് തമാശകൾ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ അച്ഛന്. എനിക്ക് ഒത്തിരി കിട്ടും. മനുഷ്യൻ്റെ മനുഷ്യരെല്ലാം സിമ്പിളല്ലേ, അവരൊന്നും ഓർത്തുകൊണ്ട് പറയുന്നല്ലേ പോലും നമ്മൾ ഈ കണ്ണോടെ നോക്കുന്നവർക്ക് അതിൽ നിന്ന് വല്ലതും പറക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പറയാനും പറ്റും. നമ്മുടെ രീതിയിൽ പറയാം. അച്ഛൻ അതുപോലെ തന്നെ അച്ഛനെ നമ്മളെപ്പോഴും കാണുന്നത് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞും ഭയങ്കര എൻജോയ് ചെയ്തും ഭയങ്കര രസകരമായിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അച്ഛൻ എപ്പോഴാണ് ജീവിതത്തിൽ സീരിയസ് ആകാറുള്ളത്? സീരിയസായ ടോക്ക് കൊടുക്കുന്ന ഇപ്പം അച്ഛന്മാരെ ധ്യാനിപ്പിക്കും, അധ്യാപകരെ ധ്യാനിപ്പിക്കും. അതൊക്കെ നമ്മൾ വേറെ തരം ടോക്കല്ലേ. അപ്പം അതിനകത്ത് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടും യൂത്തോട് ബന്ധപ്പെട്ടാണ് ഒത്തിരി ഫലിതങ്ങൾ നമ്മൾ പറയാം. അല്ലാതെ നമ്മൾ മാറ്റത്തിൽ എഴുതി ഒരുക്കിയിട്ടല്ലേ പറഞ്ഞത്. അപ്പം അതിനകത്ത് അത്രയും ജനമാണ് കേൾക്കാൻ വേണ്ടി. അതിങ്ങനെ ഒരു പോപ്പുലാരിറ്റി വരാൻ കാരണം ഈ ശൈലി പറയുന്നതുകൊണ്ടാണ്. പക്ഷേ ഒരു പ്രത്യേക രൂപത്തിൽ പിന്നെ അത് ആവശ്യമില്ല, അവർ കേൾക്കാൻ വേണ്ടി തന്നെ വരുന്നതാണ്ട് ഇത് കേൾപ്പിക്കാൻ നമ്മൾ കൊണ്ടുവരണം. അപ്പം ഇങ്ങനെ പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ വായിക്കും, ഫലിതങ്ങൾ കളക്ട് ചെയ്യും. ചില കൂട്ടുകാർ നല്ല തമാശ അയച്ചു തരും, എന്നിലൂടെ അത് അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി. എല്ലാവരും കൂടെ സപ്പോർട്ട് ഞാനിങ്ങനെ മുമ്പിൽ നിൽക്കുന്നു, ചെയ്യുന്നുള്ളൂ. അച്ഛാ, അതുപോലെ തന്നെ നമുക്കിപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, സ്വർഗമുണ്ടോ നരകമുണ്ടോ? അച്ഛൻ്റെ ഭാഷയിൽ എന്താണ് സ്വർഗം, എന്താണ് നരകം?
നമുക്കൊരു ബിബ്ലിക്കൽ ഭാഷയെ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയുമ്പോഴേ ഈ ലോക ജീവിതത്തിൻ്റെ തുടർച്ചയാണ് മരണാനന്തര ജീവിതം. അതെല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ. ഹിന്ദു മതത്തിലാണെങ്കിൽ പൂർണ്ണ ശുദ്ധിയാകുന്നവരെ അവതരിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും ജന്മങ്ങളെന്ന് പറയും ഓരോന്ന്. മുസ്ലിം മതത്തിലാണെങ്കിൽ പിശാചിൻ്റെ തന്നെ അവൻ ഉടനെ അടക്കണം, ദൈവത്തിനെല്ലാം അടക്കണം. ഒന്നുകിൽ അവൻ ദൈവത്തോട് പെട്ടെന്ന് പോട്ടെ, അത് സ്പീഡിലെടുത്തുകൊണ്ടങ്ങ് പോയി അടക്കും. എല്ലാ മതങ്ങളിലും മരണാനന്തര ജീവിതത്തിൽ കേട്ടിട്ടില്ല ഈ നരകത്തിൽ ഭയങ്കര തീയെ ചൂട് അതൊക്കെ പ്രതീകങ്ങൾ. അതൊന്നും നമുക്ക് അക്ഷരാർത്ഥത്തിൽ കാണില്ല. ഇതൊക്കെ ഒരു സിംബോളിക്കായിട്ട് കൊടുക്കുന്ന ഒരെന്നുള്ളൂ. നമുക്കൊരു തെളിവ് ഈ ഈശോയുടെ ഉയർപ്പിന് ശേഷം തോമസ് ലീഗ ചോദിക്കുന്നുണ്ട് അവൻ ആരാന്നറിയാൻ. അപ്പം കാണിച്ചത് ലോകത്ത് ജീവിച്ചപ്പം ദേഹത്തുണ്ടായ 5 മുറിവ്. ആ മുറിവാണ് ഉത്തിരം കാണിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ തുടർച്ചയാണ് നിത്യത. അപ്പം അതിൻ്റെ ബൈബിളിൻ്റെ ഒരു അധ്യായമുണ്ട്, ലൂക്കാസ് സുവിശേഷം 16, 3 സ്ഥലങ്ങൾ. ഭൂമിയിൽ പങ്കുവെക്കാൻ മനസ്സിലാത്ത പണക്കാരൻ നരകത്തിൻ്റെ തീയിൽ, ദൈവത്തിൽ ആശ്രയിച്ച ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ, ഇടയ്ക്കൊരു ഗർത്തം, അത് നമ്മളൊരു വിശദീകരണ സ്ഥലം. ആ രീതിയിലുള്ള വിശ്വാസത്തിലുള്ള കാര്യം നമുക്കിപ്പോൾ ഒരു സയൻറ്റിഫിക്കായിട്ട് ഫെയ്ത്തിൻ്റെ കാര്യം നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയല്ലോ, ബിബ്ലിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്വർഗം എന്ന് പറയുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രശസ്ത അനുഭവം. അത് ഈ ലോകത്തിലാണ്, അപ്പുറത്താണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ അത് സ്വർഗം. ദൈവം ഇല്ലാത്ത അവസ്ഥ അത് ഇരുട്ട്, നരകം. കാരണം ദൈവം പ്രകാശം, സാധാരണ അന്ധകാരം. ആ രീതിയെ പറയാം. ഒരുപാട് വിശ്വാസം ഇല്ലാത്ത നിരീശ്വരവാദികളുള്ള നാടാണല്ലോ നമ്മുടെ. പലപ്പോഴും അവർ ചിലപ്പോൾ നമ്മൾ ഇപ്പം വിശ്വസിക്കുന്നവരെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ ഫാമിലി ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കാം, അവർ ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വർഗം എന്ന് പറയുമ്പോൾ ചിലപ്പം അവരുടെ കുടുംബം തന്നെ അവർക്ക് അത്രേ ആവുള്ളൂ. അവർക്ക് വേറൊരു വിശ്വാസം ഇല്ലാത്ത നിമിഷങ്ങളും ഇവിടുത്തെ ഭംഗിയായിട്ട് കൊണ്ടുപോകാന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ആരെങ്കിലും തർക്കിച്ച് സ്ഥാപിക്കാനൊന്നും പറ്റുന്നൊന്നല്ലല്ലോ. ഇത് ഫെയ്ത്താണ്. വിശ്വാസം രുചി പോലെ. എനിക്ക് ഉപ്പുമാവ് ഇഷ്ടം, സഹോദരന് കപ്പ ഇഷ്ടം, ഇതാ മെച്ചമെന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒരു കാത്തലിക് ചെറുപ്പക്കാരൻ്റെയും ഹിന്ദുവിൻ്റെയും അപ്പന്മാർ മരിച്ചു ഒരേ ദിവസം. സെമിത്തേരിയിൽ ഇവൻ അപ്പനെ അടക്കി, കല്ലറയൊക്കെ. തൊട്ടപ്പുറത്താണ് ഹിന്ദുവിൻ്റെ വീട്. അവൻ ആ പറമ്പിൽ ദഹിപ്പിച്ചു, അപ്പനെ ദഹിപ്പിച്ചു. 1-ാം വർഷത്തിൽ ക്രിസ്ത്യാനി അവൻ്റെ അപ്പൻ്റെ കല്ലറയുടെ മുകളിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചു, പൂക്കൾ വെച്ചു, അലങ്കരിച്ചു. ഹിന്ദു അവൻ്റെ അപ്പനെ അടക്കി അവിടെ കരിക്ക് ഒടിച്ചു വെച്ചു, കരിപ്പെട്ടി എടുത്ത് വെച്ചു, തിരി സാമ്പ്രാണി കത്തിച്ചു വെച്ചു. പിന്നെ ക്രിസ്ത്യാനി അവനെ കൂട്ടുകാരെ കളിയാക്കാൻ ചോദിച്ചു, എപ്പോഴാണ് അതിൻ്റെ അപ്പന് ഇനിയും കരിക്ക് തിന്നാൻ വരുന്നതെന്ന്. അവൻ വരും എന്നാന്ന് വെച്ചു, നിൻ്റെ അപ്പൻ പൂമണക്കാൻ പൊങ്ങുന്ന അന്ന് എൻ്റെ അപ്പം കരിക്ക് തിന്നാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ ആരോപിച്ച് ഒന്നുമില്ല. ഫെയ്ത്ത് ഈസ് എ ടേസ്റ്റ്. അത് പോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പിന്നെ അത് കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഓരോ മതങ്ങളും സംവിധാനങ്ങളും. അല്ല, ഇപ്പം ഞാൻ ഈ ക്രിസ്ത്യൻ ഹിന്ദു പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഈ 2 റിലീജിയൻസ് തമ്മിലുള്ള വിവാഹങ്ങൾ, കാര്യങ്ങൾ, അതങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അച്ഛനെ സംബന്ധിച്ചിട്ട് അച്ഛന് എങ്ങനെയാണ് ഒരു വിവാഹത്തെ കാണുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അച്ഛന് തെറ്റാണോ ശരിയാണോ എന്നാണ് അച്ഛന് ഫീൽ ചെയ്യുന്നത്? അതിനത് ശരിയും തെറ്റുമില്ല. കാരണം അത് സബ്ജക്റ്റീവാണ് മനസ്സിൻ്റെ. അതിനകത്തുള്ള ഒരു കുറവ്, ഏറ്റവും നല്ലത് ഏത് മതത്തിൽ ജനിച്ചു വളർന്നോ ആ മതത്തിൽപ്പെട്ടവർ തമ്മിലുള്ള കല്യാണമാണ് വിജയം. അത് ഹിന്ദുവാണ് ഹിന്ദുവിൻ, ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണ് മുസ്ലിമിൻ. കാരണം കല്യാണ സമയത്ത് പ്രേമത്തിൽ വികാരമാണ്, അവിടെ വിവേകമില്ല. അപ്പം ഇത് മതി, ആൺജാതി പെൺജാതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. പക്ഷെ കുഞ്ഞായി കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് കാത്തലിക് ഫെയ്ത്തിൽ വളർന്ന ഒരു പെണ്ണിന് തോന്നും എൻ്റെ കുഞ്ഞത് ജയിച്ചാൽ മതി, ഹിന്ദുവായ ഭർത്താവിന് തോന്നും അതിൽ മതി. പിന്നെ ഫാമിലി ബോണ്ടേജ് ഇത് വരുമ്പോഴത്തേക്ക് പിന്നീട് ഒരുപാട് ഇഷ്യൂ വരുന്നത് മിക്സഡ് മാരേജിനാണ്. നമ്മളിത് വരുന്ന കേസിൽ ഭൂരിപക്ഷവും അങ്ങനെയുള്ള പ്രേമ വിവാഹങ്ങളിൽ നിന്നാണ്. രണ്ടുപേരും നല്ലവരാണ്, പക്ഷെ പിന്നീട് സൈക്കോളജിക്കലായിട്ട് വരുന്ന ഒരു ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് നല്ല മനസ്സോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ എന്തും ഏതും അതൊക്കെ. പക്ഷെ ഇച്ചിരി സെയിം ഫെയ്ത്തിൽ സെയിം കഷ്ടത്തിലുള്ളവർ ചേരുന്നത് തന്നെയാണ്. എന്നുകൊണ്ട് അവർ പൊട്ടിക്കാരെന്നല്ല, എങ്കിലും ഇച്ചിരി ബലം നമ്മൾ കാണുന്നതിലാണ്. അച്ഛൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്ക് അവരവരുടെ ഇത് വെച്ചിട്ട് കാര്യം വെച്ച് നോക്കാമെന്ന്. അതല്ല അച്ഛൻ, നമുക്കിപ്പോൾ ഞാൻ ധ്യാനത്തിന് പോകാറുണ്ടായിരുന്നു, നമ്മുടെ ഒരുപാട് ധ്യാനങ്ങളൊക്കെ. അപ്പം ആ സമയത്ത് ഞാൻ കണ്ടു ഈ മദ്യപാനം നിർത്താനുള്ള ധ്യാനം ഇത്ര ദിവസം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിക്കും മദ്യപാനം ഒരു ധ്യാനം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ മാറ്റാൻ പറ്റേണ്ടതല്ലേ? ഈ ധ്യാനം മദ്യപാനം എന്ന് പറയുന്നത് ഒരു നിശ്ചിത നാളുകളിൽ അകന്നിരിക്കാനുള്ള അവസരം എന്നുള്ളൂ. എന്നും കുടിക്കാൻ പോകുന്ന 7 ദിവസം പോകാതെ കണ്ട് ധ്യാനം മന്ദിരത്തിലാണ്. അപ്പം അങ്ങനെ കഴിയുമ്പം ഒരു ന്യൂ സ്റ്റാർട്ടിനുള്ള ഹെൽപ്പ് കിട്ടും. അതേ ഉള്ളൂ. പ്രാർത്ഥനയിലൊക്കെ കുറേ വിഷയം, അതൊക്കെ വേറെ വശം. ഇത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയാനുള്ള രീതിയിൽ
7 ദിവസം കുടിക്കാൻ സ്ഥിരം കുടിച്ചാൽ 3 ദിവസം കുടിച്ചാൽ ആർത്തി പയ്യെ കുറഞ്ഞ് 7 ദിവസമാകുമ്പോൾ വെള്ളം നോക്കും. അപ്പം അവന് നന്നായിട്ട് അത് ധൈര്യം കിട്ടും. പ്രാർത്ഥനയും കൂടെ ആകുമ്പോൾ പ്ലസ് പോയിൻ്റാണ്. പക്ഷെ അപകടം ഇനി എനിക്കത് ഉണ്ടോയെന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി പിന്നെ ഒന്നും വിളിക്കും. ശരിക്കും ഭാര്യ, അമ്മ, കുടുംബത്തെ സ്നേഹിക്കുന്നവൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതേന്ന് പിടിച്ച് കയറാൻ നോക്കും. ഒത്തിരി പേര് കയറുന്നുണ്ട്. എല്ലാം അതിനേക്കാൾ ഉപരി വീണ്ടും എൻ്റെ വികാരം എൻ്റെ കൂട്ടുകാരിലേക്ക് പോകും. അത് കയ്യിലിപ്പോണ്ട് വരുന്ന അപകടങ്ങളാണ്. ഇതൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമുക്കൊരു മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നൊക്കെ മാറി നിൽക്കാനൊരു ഒരു ഒക്കേഷൻ. അതുപോലെ തന്നെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ധ്യാനം ചോദിച്ചാലോ തന്നെ നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് പണക്കാരനും പാവപ്പെട്ടവനും. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ദൈവം പണക്കാരെയും പാവപ്പെട്ടവരെയും സൃഷ്ടിച്ചത്? പണക്കാരെ മാത്രം സൃഷ്ടിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ടില്ലായിരുന്നോ എന്നൊരു സംശയം. അത് എല്ലാവരും ദൈവം എന്ന് പറയും. ദൈവം നരേന്ദ്രമോദിയെ പോലെ വേർതിരിക്കുന്ന ഒരു ദൈവമില്ല. മനുഷ്യന്മാർ പൊട്ട കോൺസെപ്റ്റാണ്, എവിടെയോ ഇരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. കാരണം ബൈബിളിൽ പറയുന്നത് ദൈവം ഒരു ശക്തിയാണ്. ആ ശക്തി നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കും. വിശന്നപ്പോൾ മന്നയായിട്ട് കൂടെ നിൽക്കും. അപ്പം ആയിരിക്കും ദൈവമല്ല, ആയിത്തീരുന്ന ദൈവമാണ്, ഒരു ശക്തിയാണ്. ഇപ്പം എവിടെ ഇരുന്ന റെവറി പോലെ വിസ്തരിക്കുന്ന ദൈവം ഒരിടത്തും ഇല്ല. അത് മനുഷ്യൻ്റെ ചിന്തയിൽ അങ്ങനെ വെക്കുന്നതാണ്. ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമുക്ക് ഉദാഹരണത്തിന് ഞാനാകെ മടുത്തിരിക്കുന്നു, എനിക്കൊന്നിനും പറ്റിയല്ല എന്നോർത്തിരിക്കുമ്പോൾ അങ്ങനെയുള്ള പറ്റിയല്ല മോനെ നീ ചെയ്യാൻ പറഞ്ഞ ഉണർത്തുന്നൊരു വികാരമാണ്. ആ വികാരം ദൈവശക്തി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമല്ല. ദൈവം ഒരിക്കലും ഈ ഒരു കുഞ്ഞ് സൈക്കിളിടും ഭിത്തിയെ പോയി മുട്ടുമ്പോഴേ അമ്മ പോയി പകരം ചവിട്ടുകയല്ല, തിരിച്ചു ഇനി ചവിട്ടി. ഇത് ദൈവത്തിൻ്റെ ഇടപെടൽ അത്രയേ ഉള്ളൂ. നമുക്ക് ശരിയല്ല ശരിയെന്ന് പറയാൻ വേണ്ടി മതഗ്രന്ഥങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ തീരുമാനം. നമ്മൾ നാവിഗേറ്റർ എടുക്കുമ്പോൾ പറയല്ലേ റൈറ്റ് ലെഫ്റ്റ് യു ടേൺ എന്ന് പറഞ്ഞാൽ ബൈബിള് പറയും. നീ വലത്തോട്ട് തിരിച്ചെടുത്ത് ഇങ്ങനെ പോകാൻ പറയും. ആ വഴി വേണോ വേണമെന്നുള്ള ഫ്രീഡം എൻ്റേതാ. എൻ്റെ യൂസ് ഓർ മിസ്യൂസ് ഓഫ് ഫ്രീഡം അവിടെയാണ് നമ്മുടെ അവസ്ഥ വരുന്നത്. പിന്നെ ചിലർക്ക് എത്ര നോക്കിയാലും അവരങ്ങനെയാണ്, പിന്നെ അതിൽ ജീവിക്കാനേ പറ്റുള്ളൂ. പിന്നെ തീർത്ത് പാവപ്പെട്ടവരും മക്കൾ വഴി വളർന്നു വന്ന് പിന്നെ പണക്കാരൊക്കെ വലുതാകുന്നില്ലേ. അതുകൊണ്ട് രണ്ട് രീതി ദൈവം ഒരു കാര്യത്തിൽ ഈക്വലാണ്, സമയം തരുന്ന കാര്യത്തിൽ. ട്രംപിന് 24 മണിക്കൂർ, നരേന്ദ്രമോദി 24 മണിക്കൂർ, നമുക്ക് 24 മണിക്കൂർ. അതിൻ്റെ ഉപയോഗം എങ്ങനെയാണോ അതനുസരിച്ച് ഒത്തിരി പേര് മെച്ചപ്പെടും. ചിലർ ചുമ്മാ എപ്പോഴും അങ്ങനെ കിടന്ന് മെച്ചപ്പെടത്തില്ല. പിന്നെ ചിലർ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമല്ല സമൂഹത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാവം. അത് ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ അച്ഛൻ്റെ ഈ പ്രസംഗങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ അന്ന് ചെറുപ്പത്തിൽ നിന്ന് ഞാൻ ഇന്ന് വളർന്ന് ഇവിടെ എത്തി. പക്ഷെ അച്ഛനെ അന്നും ഇന്നും കാണാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അച്ഛൻ എന്താ ഇപ്പോൾ ഒരു ഡയറ്റ് അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡയറ്റിൻ്റെ ഒരു ഒന്നാമത് മനസ്സിൽ ഭാരമൊന്നുമില്ലല്ലോ. അല്ല, പക്ഷേ ഇത്രയും ആൾക്കാരുടെ പ്രശ്നങ്ങൾ സാധാരണ കുറച്ച് 2 ആൾക്കാരുടെ പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാവും. നമുക്കതൊന്നുമില്ല. അല്ല, പ്രശ്നവും തീരും. ഞാനും അയഞ്ഞാണ്. പിന്നെ നല്ല അധ്വാനമല്ലേ, ചുമ്മാ ഇരിക്കുന്നല്ലോ, ഓടി നടക്കുന്നു. പിന്നെ ചിലപ്പോഴൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. ഇപ്പോൾ വന്നു. അപ്പം ഇതുവരെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇപ്പോൾ ആരിലോർത്തോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആവുന്നൊക്കെ. ഇതൊക്കെ ഓരോ കാലത്തിൽ വന്നു. നമ്മൾ ഏൽപ്പിച്ച സമയം നൽകപ്പെട്ട സമയത്ത് ഭംഗിയായിട്ട് ചെയ്തു, അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതങ്ങനെ ഇവിടെ എത്തി. അല്ല അച്ഛാ, നമുക്ക് പല തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. നമുക്ക് സന്തോഷിക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചില ആൾക്കാർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, നമ്മളെപ്പോഴും മോശ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവിനെ പറ്റി മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും വേറൊരാൾക്ക് നെഗറ്റീവ് ഉണ്ടാകാൻ പ്രാർത്ഥിച്ചാൽ നടക്കുമോ? പ്രാർത്ഥന നടക്കുകയല്ല, പക്ഷെ നമ്മൾ എപ്പോഴും ഒരാളെ കുറിച്ച് നെഗറ്റീവ് തന്നെ ആലോചിച്ച് വന്നാൽ ആ വ്യക്തിക്ക് എന്തോ തകർച്ച വരുന്ന കാണാം. അതേസമയത്ത് ആൾ നല്ല പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് വരികയിൽ യേശുക. കാരണം യാക്കോബിന് ആ വിചാരം ഏൽക്കുകയല്ല, ബൈബിളിലെ വാക്യം. പ്രാർത്ഥിക്കാൻ ചുമ്മാ സെക്യുലർ മനുഷ്യനായി നടക്കുന്ന ആളെ വേറൊരാളും ദുഷിച്ചവനോട് ഒത്തിരി നോക്കി കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും ദുരന്തങ്ങൾ വരും. നമ്മൾ പറയും കണ്ണിൻ്റെ ദോഷമൊന്നും ഒക്കെ നമ്മൾ പറയും. പക്ഷെ ശരിക്കും പ്രാർത്ഥനയുള്ളവർക്ക് അവരുടെ ഒരു തരംഗമുണ്ട്, അവരെ പുതിയ തരംഗമുണ്ട്. അതിനകത്തേക്ക് ആർക്കും അതിനകത്തേക്ക് പിന്നെ കയറാൻ പറ്റില്ല. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു കൊച്ചുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള വീട്ടിലെ ഒരു കൊച്ചുങ്ങളായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്നു. അതും വലിയൊരു പാപം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കമ്പയർ ചെയ്യുക, അങ്ങനെ അച്ഛന് ഒരുപാട് കേസുകളൊക്കെ വരും. അങ്ങനെ ചെയ്യുന്നവരോട് ശരിക്കും അച്ഛന് പറയാനുള്ളത് എന്താണ്? അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പോസിറ്റീവ് തരംഗം മക്കളിലേക്ക് പോവുകയല്ല, നെഗറ്റീവ് തരംഗമാവും. അങ്ങനെയൊന്നും ഇനി അറിയാതെ അവരുടെ മനസ്സ് ഇടിഞ്ഞു പോകും. ഇടിഞ്ഞു കഴിയുമ്പം പിന്നെ അവർക്ക് തോന്നുന്നതിന് ഐ ആം നോട്ട് ഓക്കെ, ആ ചിന്ത വരും. അങ്ങനെ പിന്നെ വളരാൻ പറ്റുകയില്ല. എപ്പോഴും അവനെ നോക്കിപ്പിടി, ഇവരെ നോക്കിപ്പിടി. ഇവരെയൊക്കെ നോക്കിപ്പിടിക്കും, പക്ഷെ ഒരിക്കലും സ്വന്തമായിട്ടൊന്നും പഠിച്ച് വളരുകയില്ല. അപ്പം അത് എഫിക്കസി ഓഫ് ദ വേർഡ്, വാക്കിൻ്റെ ഇഫക്റ്റ് എന്ന് പറയും, അത് ഒരിക്കലും
പറയാൻ പാടില്ല. അധ്യാപന ക്ലാസ്സിൽ നീ പൊട്ടൻ അവൻ മിടുക്കൻ പറയാൻ പാടില്ല. അല്ല നിൻ്റെ ചേട്ടൻ കൊള്ളാം നീ കൊള്ളാം നീ എന്നാ ഒരു സാധനം പറയും. അയൽവക്കത്തെ പിള്ളേർ മിടുക്കർ നല്ല ഈ വീട്ടിൽ 3 ശവങ്ങൾ അതുകൊണ്ട് വർത്താനം പറയരുത്. പറഞ്ഞാൽ അത് സ്വഭാവത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. വളർച്ചയിൽ വളരെ നെഗറ്റീവായിട്ട് വരും. അതും ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. സൂക്ഷിച്ച് പറയാം. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരുപാട് സ്ത്രീകളെ പറ്റിയുള്ള ഡൊമസ്റ്റിക് വയലൻസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ എപ്പോഴും ചോദിക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ ഡൊമസ്റ്റിക് വയലൻസ് അച്ഛന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇഷ്ടം പോലെ അത് 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 അച്ഛൻ എങ്ങനെയാണ് അതിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത്? എല്ലാവരോട് ഭാര്യയോട് വാടിക്കാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ നീ നിൻ്റെ കുടുംബം മുടിയും, ഞാൻ അച്ഛൻ്റെ വഴിക്ക് കുടിയും തട്ടിപ്പോവും. മര്യാദയ്ക്ക് ജീവിക്കണോ വാക്ക് ശ്രദ്ധിക്കാൻ പറയും. പുരുഷനോടും പറയും സ്ത്രീയോടും പറയും. അത് വെർബൽ അബ്യൂസ്, അത് ശാരീരികമായിട്ട് കടിക്കുക, തുപ്പുക, മാന്തുക ആ രീതിയൊക്കെ ഉള്ളവരുണ്ട്. ഒരു ചെരുപ്പ് ഭാര്യയ്ക്ക് വേണ്ടി ചെരുപ്പ് മേടിക്കാൻ ചെന്നു. അപ്പം കടക്കാരൻ ചോദിച്ചു അളവ് പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഷർട്ട് പൊക്കി ഇതാ അളവെന്ന് പറഞ്ഞു. കാരണം ഇന്നലെ അവൾ അടിച്ചതിൻ്റെ പാട് അവിടെ കിടപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അവരോട് ശരിയല്ല, മക്കളെ ഉള്ള കുടുംബത്തെ ഓർത്ത് ആ പെരുമാറ്റം നിയന്ത്രിക്കാൻ പറയും. ഇത് കേൾക്കുമ്പോൾ പലർക്കും അത് ഭയങ്കര അനുഭവമായിട്ടൊക്കെ വരും. അച്ഛൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു പാപി ആരാണ്? അങ്ങനെയൊന്നുമില്ല. പാപി എല്ലാവരും ഓരോരുത്തർക്കും അവനവൻ്റെ ജീവിതത്തിലെ പാപം. അല്ല നമ്മളിപ്പം കുമ്പസരിക്കുമ്പോൾ നമുക്ക് ഓരോ പാപം അനുസരിച്ച് നമുക്ക് അച്ഛന്മാർ ഇത്ര കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമല്ലോ. അപ്പോൾ അത് ഏതിനൊരു ഇതുണ്ടാവുമല്ലോ, ഇത്ര ഇത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ തന്നത്. അപ്പം അഫ്കോഴ്സ് ഏറ്റവും വലിയ ഒരു അതായത് നമ്മൾ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ അതേ ഉള്ളൂ. ഇപ്പം അരിശപ്പെട്ടൊരുത്തിനെ കുത്തി കൊന്നാലും പെട്ടെന്ന് കോപത്തിലാണ് അതിന് നിയമത്തിൽ പോലും ഇളവുണ്ട്. 2-3 വർഷം മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നാൽ ശിക്ഷയ്ക്ക് കടുപ്പമുണ്ട്. അതെ അത് തീർച്ചയായിട്ടും. അതുപോലെ പാപത്തിലും പെട്ടെന്ന് വന്ന് പോകുന്നൊരു തെറിയോ കള്ളുകൂടിയോ സീറ്റുകളിൽ അതിനെ പിന്നെ പിടിച്ച് അണ്ണ് തൊട്ടു വരുന്നൊക്കെ കോമള പോലുള്ളതേ ഉള്ളൂ. അപ്പോൾ അവരെ ഉപദേശം കൊടുക്കുക. സമയത്ത് ചില പാപം നമുക്ക് തോന്നുന്നു ദീർഘനാൾ ഇരുന്ന് വിധിച്ചെടുത്ത പാവമാണെങ്കിൽ അതാണ് കഠിന പാപം. അപ്പോൾ അവരോട് നമ്മൾ കടുപ്പമുള്ള പ്രായശ്ചിത്വം പറയും, കടുപ്പമുള്ള ഉപദേശം അവർക്ക് കൊടുക്കും. മറ്റേതോട് സാരമില്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതനുസരിച്ച് പറഞ്ഞു കൊടുക്കും. അവിടെ തിരിച്ച് നമ്മൾ സിനിമയിലേക്ക് തന്നെ വരികയാണെങ്കിൽ രാജകന്യക, അത് നമുക്ക് ലിറ്റിൽ ആരും കാണാത്തവരാണെങ്കിൽ ട്രെയിലർ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും അച്ഛൻ കണ്ടത് അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് ആൾക്കാരോട് പറയാനുള്ളത് എന്താണ്? അത് മനോഹരമായൊരു പടമാണ്. ഒന്നാമത് ക്യാമറ, സീനറികൾ, നമ്മുടെ അത് തന്നെ കണ്ടിട്ട് മനസ്സിനൊരു കുളിർമ വരും. അതിൻ്റെ ആ രീതിയിൽ ഓരോന്നും വ്യക്തമായി ഒപ്പിയെടുത്തിരിക്കുന്ന ക്യാമറയുടെ വർക്കുണ്ട്. ആ രീതിയിൽ വിഷ്വലായിട്ട് ഒടുവിൽ സന്തോഷം തോന്നും. പിന്നെ ആ കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനേക്കാൾ നമുക്ക് നമ്മളറിയില്ല ഒരു 2.25 മണിക്കൂറൊക്കെ പോകുന്നത് എങ്ങനെയാണ്. എല്ലാവരും കണ്ടവരെല്ലാം പറയുന്നതാണ് ടൈം പാസ് ഒത്തിരി. അപ്പോൾ ഇനി അച്ഛനെ നമുക്കിനി ഒരുപാട് പടങ്ങളിലൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? നമ്മളെപ്പോഴും അച്ഛനെ കാണുന്നത് നമ്മൾ പ്രാർത്ഥനയിലൊക്കെ തന്നെയല്ലേ? മറ്റേ സെക്യുലർ സിനിമയിൽ കാണുകയല്ല, അത് ഒരുപാട് വിളി വരുമ്പോഴും ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന ഇപ്പം മാതാവിനെ കുറിച്ച് പഠിപ്പിച്ചു, ഒരു കുടുംബത്തെക്കുറിച്ച് ഒരെണ്ണം വരികയാണെങ്കിൽ അതിനകത്തൊരു കമൻസിങ് അങ്ങനെയുള്ള ഭാഗങ്ങളുള്ള പടം ഉണ്ടെങ്കിൽ വിളിച്ച ഇനിയും സമയം. ഇപ്പം നമ്മൾ മറ്റേ കൊമേഴ്ഷ്യൽ രീതിയിലുള്ള പടങ്ങളാണെങ്കിൽ അച്ഛനായിട്ട് അവിടെ ചെല്ലുന്നെങ്കിലും ക്യാരക്ടർ നല്ലതാണെങ്കിൽ അച്ഛന് എന്നാലും അത് ഒത്തിരി അതൊന്നും സഭയിൽ നിന്ന് അധികം അങ്ങനെ പ്രോത്സാഹനമില്ല. നമ്മളൊരു അല്ലെ പിന്നെ ഇതൊക്കെ മാറിയിട്ട് അതിലേക്കായി പോവുകയെ അങ്ങനെ ഇഷ്ടമില്ല. നല്ല ഒരു സീനും അതുകൊണ്ട് നല്ലൊരു സന്ദേശം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ പിന്നെ ഹോം പടം വന്നത് തിയേറ്ററിൽ വന്നില്ല, മീഡിയയിലാണ് ഹോം. അപ്പോൾ ഞാൻ ജോണി ആൻ്റിയോടൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനത്തെ ഒരു പടത്തിനകത്ത് ഒരു അച്ഛനാണെങ്കിൽ ഓക്കെ, കാരണം ഒരു മെസ്സേജ് ഉണ്ടേ ആ രീതിയിൽ. താങ്ക് യു സോ മച്ച് അച്ഛൻ, നമുക്ക് ഒരു ചെറിയൊരു ടൈം തന്നതിലും. പടം ഇനി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഇപ്പോഴും അച്ഛനെ ഇനിയും പടങ്ങളിലും ഇങ്ങനെ ഒരുപാട് ഒന്നത്തെ ഒരു ഭയങ്കര ഇഷ്ടമാണ് കണ്ട് അതിന് തന്നെ ആദ്യം തന്നെ താങ്ക്സ്. ഭയങ്കര ഹാപ്പി കണ്ടതിലും ഇതിൽ അച്ഛനോട് ഷെയർ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഭയങ്കര ഹാപ്പി ഉണ്ട്. താങ്ക് യു സോ മച്ച് അച്ഛാ. കേട്ടോ നിങ്ങളുടെ എല്ലാം ചാനലൊക്കെ ഭംഗിയായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.